നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു ജൂൺ മാസത്തിൽ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷവും ഗഡു എന്തുകൊണ്ട് ലഭിച്ചില്ല? 20ാം ഗഡു എപ്പോൾ ലഭിക്കും? കോടിക്കണക്കിന് കർഷകരുടെ മനസ്സിൽ ഈ ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നുവരുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ 18ാം ഗഡു കർഷകർക്ക് നൽകിയിരുന്നു. ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ 19ാം ഗഡുവും നൽകി. അതിനുശേഷം 4 മാസത്തിലധികം കഴിഞ്ഞു. PM കിസാൻ പ്രകാരം യോഗ്യരായ കർഷകർക്ക് ഓരോ 4 മാസ ഇടവേളയിലും 2000 രൂപ ഗഡു ലഭിക്കുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ 20ാം ഗഡു സംബന്ധിച്ച അപ്ഡേറ്റ് എല്ലാ ജനങ്ങളും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. PM കിസാൻ 20ാം ഗഡു മുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇത്തവണ കർഷകർക്ക് സർക്കാർ ചില നിർദ്ദേശങ്ങൾ നൽകിയതായി സ്രോതസ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. KYCയുടെ ആവശ്യകത, ബാങ്ക് ആധാർ ലിങ്കിംഗ് എന്നിവ പോലുള്ള ഗഡു വരുന്നതിനു മുമ്പ് ഈ ജോലികൾ പൂർത്തിയാക്കാത്ത നിരവധി രജിസ്റ്റർ ചെയ്തതും യോഗ്യതയുമുള്ളതുമായ കർഷകർ പദ്ധതിയിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അർഹരായ എല്ലാ കർഷകർക്കും ഈ ഗഡുവിൽ അവരുടെ ഗഡുപ്പണം ലഭിക്കുന്നതിനും ഇത്തവണ അവർ വെറും കൈയോടെ ഇരിക്കേണ്ടതില്ലാത്തതിനും സർക്കാർ കുറച്ച് സമയം കൂടി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി സമയം നൽകിയിരിക്കുന്നത്. 20ാമത്തെ ഗഡു എപ്പോൾ വരുമെന്ന് ആശങ്കയിലുമാണ്. സർക്കാർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ യഥാസമയം പാലിക്കാത്ത കർഷകരുടെ പേരുകൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 20ാം ഗഡുവിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. 20ാം ഗഡു സർക്കാർ കർഷകരുമായി ബന്ധപ്പെട്ട അടുത്ത വലിയ പദ്ധതിയിലേക്ക് മാറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജൂലൈ 2ാം വാരത്തോടെ ഗഡു പുറത്തിറക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. PM കിസാൻ ഗഡുക്കൾ ലഭിക്കുന്നതിനായി ഈ പറയുന്ന 8 കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. PM കിസാൻ യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് KYC നിർബന്ധമാണ്. ഇത് കൂടാതെ അടുത്ത ഗഡുവിനുള്ള പണം ലഭിക്കില്ല. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഗഡു അയക്കൂ. പേരിൽ അക്ഷരത്തെറ്റോ മറ്റ് തെറ്റുകളോ ഉണ്ടാകരുത്. ബാങ്ക്, ആധാർ പോർട്ടൽ എന്നിവയിൽ പേര് ഒന്നുതന്നെ ആയിരിക്കണം. ഭൂരേഖകളുടെ പരിശോധന സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ഭൂരേഖകളായിരിക്കണം. മൊബൈൽ നമ്പർ, വീട്ടുവിലാസം, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഒരു തെറ്റും പാടില്ല. ബാങ്ക് അക്കൗണ്ട് സജീവമായിരിക്കണം. അതിനാൽ അത് നിഷ്ക്രിയമായോ എന്ന് പരിശോധിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ഒഴിവാക്കുക. ഒരേ കർഷകൻ 2 തവണ രജിസ്റ്റർ ചെയ്താൽ ആനുകൂല്യങ്ങൾ നിർത്തലാക്കും. ആധാറിലെ എല്ലാ വിവരങ്ങളും ശരിയായിരിക്കണം. പേര്, ജനനതീയതി, ലിംഗഭേദം എന്നിവയിൽ പിശകുകൾ ഉണ്ടാകരുത്. ആധാറിലും PM കിസാൻ പോർട്ടലിലും പേരിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് ഉടനടി തിരുത്തുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്